കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പം ഇന്ന് കണ്ണന് ആനയോട്ടാണ്, ഉത്സവം കൊടിയേറുകയാണ്. രാത്രിയാണ് ഉത്സവം കൊടിയേറുക. ആനയോട്ടം 3 മണിക്കാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ആനയോട്ടത്തിലേക്ക് വരൂ എന്ന് പറയുക, അല്ലാതെ ഇപ്പം എന്താ പറയുക. പിന്നെ ഇനി നാളെ മുതൽ എന്താ പറയുക, കണ്ണൻ്റെ പ്രസാദൂട്ട് പുഴുക്കും കഞ്ഞിയൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ മഞ്ജുളാലിൻ്റെ അവിടേക്ക് ഇനിയിപ്പോൾ പോകണം. ഞാൻ ലൈവിൽ വരാം കുറച്ച് കഴിഞ്ഞിട്ട്. നമുക്ക് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് വെങ്കലഗരുടെ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലും വന്ന് തൊഴുത് നേരെ ഗോപുരവാതിൽ കിടക്കുക. എന്നിട്ട് അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും വലിയ ബലിക്കല്ലൊക്കെ കണ്ട് തൊഴുത് നേരെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയും കണ്ട് തൊഴുത് അങ്ങനെ വന്ന് വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവൾക്കൊക്കെ കാണുക. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ആകെ നിറച്ചും തിളക്കാണ് കേട്ടോ. എന്തൊരു മനോഹാരിതയാണെന്നറിയോ. ഇന്ന് കണ്ണൻ നല്ല വലിയൊരു ആനപ്പുറത്ത് ഇങ്ങനെ കയറിയിരിക്കണു. ഇനിയിപ്പോൾ 3 മണിക്ക് ഉണ്ടാവുന്ന ആ സംഭവം ഇവിടെ ആദ്യമായിട്ട് അവതരിച്ചു എന്ന് പറയണതാണ്. കാരണം ആദ്യം എത്തുന്ന ആനയുടെ പുറത്ത്, എല്ലാ ആനയുടെയും ഉണ്ടാവും, എന്നാലും ആദ്യം എത്തുന്ന ആനയുടെ പുറത്ത് ഇങ്ങനെ കയറിയിരുന്ന ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വരുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ കാഴ്ച, അതാണ് ഇന്നത്തെ ശ്രീലകത്തെ ആ കളഭാലങ്കാരം. അതിമനോഹരം എന്ന് പറയാം. അങ്ങനെ തന്നെയാണ്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, വെളുത്ത പൂവും തെച്ചിപ്പൂവൊക്കെ ചാർത്തിയിട്ട് നല്ല മനോഹരമായ അലങ്കാരമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിലാണെന്ന് വിചാരിക്കുക. ഇന്നൊന്ന് വന്ന് കാണാനും തൊഴാനും പറ്റി. ഇനി എന്തായാലും 10 ദിവസം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു തുടക്കമാണ്, വളരെ നല്ല കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എന്നിട്ട് ആ ഗുരുവായൂരപ്പനെ വന്ന് തൊഴാൻ പറ്റുന്നവർ അങ്ങനെയും, അല്ലാത്തവർ മനസ്സാൽ സ്മരിച്ച് തൊഴുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇറങ്ങിയാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളി, അതേപോലെ ആലിലെ കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. ഇനിയിപ്പോൾ സപ്തമാതാക്കളുടെ അവിടെ നാളെയാണ് 10 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് വഴുക്കാമണ്ഡപം വയ്ക്കുക. അതിപ്പം ഇന്ന് അവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ ആരും കാണിക്കില്ല, അങ്ങനെയാണ് വെച്ചിരുന്നത്. കാരണം സ്വർണ്ണമാണേ. അപ്പോൾ അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ ഗണേശൻ്റെ അടുത്ത് വരികയാണ്. ഗണേശന് അലങ്കാരമായിട്ട് വല്ലാതെ ഒന്നുമില്ല, എന്നാലും നല്ല കിരീടം വെച്ചിട്ടുണ്ട്, നല്ലൊരു സ്വർണ്ണ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിഘ്നേശ്വരനെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് തൊഴുത് അങ്ങനെ ചെറിയ ഗണേശനെയും മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ മേൽശാന്തിര അവിടെ ഇന്നിപ്പോൾ ഭവതാസ്വദിക്കനാണ്, ഒട്ടക്കുഴി ഭവതാസ്വദിക്കനാണ് ഇന്നത്തെ അലങ്കാരം. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ ശ്രീപത്മനാഭനെയും കണ്ട് തൊഴാം. അങ്ങനെ പത്മനാഭൻ്റെ അവിടെ വരുമ്പോൾ നല്ല വലിയൊരു തടിച്ചുരുണ്ട മാല, ചെണ്ടുമല്ലിമാല അങ്ങനെ ഉണ്ട്, നിറച്ചും മാലയായിട്ടുള്ള ഒരു വലിയ അങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കി ചെറിയ ചെറിയ മാലകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ശ്രീപത്മനാഭസ്വാമിയെ നമ്മൾ കണ്ട് തൊഴുത് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കണ്ട് തൊഴുത് മേലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. പിന്നെ അങ്ങനെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, ശ്രീരാമചന്ദ്രൻ, ഭാർഗവരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, അങ്ങനെ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് മാലകളൊന്നും കാണാനില്ല, ഇന്ന് നിറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ ഓവിൻ്റെ അവിടെ ഒന്ന് തൊഴാം. അത് കഴിഞ്ഞ് നേരെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം ഇങ്ങനെ കണ്ട് നല്ല തിളങ്ങാണ്. ഇന്നത്തെ ആനയോട്ടത്തിൻ്റെ ആ ഒരു ഉത്സാഹം ആ കൊടിമരത്തിലും കാണാണ്ട് നല്ല തിളക്കാണ്. ഇന്നിപ്പോൾ ആ കൊടി ഏറുന്ന ദിവസമല്ലേ, അപ്പോൾ എന്ത് രസമാണെന്നറിയാം. അവിടെയും ഭഗവാന്റെ ആ ചൈതന്യം ഇങ്ങനെ ഉണ്ടായതുകൊണ്ടേ നല്ല തിളക്കം. അപ്പോൾ അവിടെയും കണ്ട് തൊഴുത് നമ്മൾ മണിയെ നൃത്താറയിലും അതേപോലെ മുളയറയിലും അതേപോലെ തന്നെ ആ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുരൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിന് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോരാം. അങ്ങനെ അമ്മയുടെ അടുത്ത് വരിക. അമ്മയെ കാണാനും നല്ല സൗന്ദര്യമാണ്. വലിയ ഗോളകയാണ്, എന്നാലും ബാക്കി ഇങ്ങനെ മാലകൾ ഇങ്ങനെ വെള്ളയും ചുവപ്പുമായിട്ടുള്ള മാലകൾ നിറച്ചുണ്ട്. നല്ല രസമായിട്ടുള്ള അലങ്കാരം കേട്ടോ അമ്മയ്ക്കും. ഇനി കളഭം കൊണ്ടുള്ള അലങ്കാരം ആവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ അങ്ങനെ ആ മോടിയാണ്. ഇനി വൈകുന്നേരത്തിനാണ് ബാക്കി അലങ്കാരങ്ങളൊക്കെ വരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണിയെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നെ കൂത്താമ്പലത്തിലേക്ക് വന്നാൽ തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അവിടെ നിറയെ നല്ല വിഗ്രഹം, അതായത് നിറച്ച് കിരീടമൊക്കെ വെച്ച് നിറയെ മാലകൾ, സ്വർണത്തിൻ്റെ മാലകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു നീല കലർന്ന പട്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ അയ്യപ്പസ്വാമിയും കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ് നടയിലുള്ള കൊടിമരത്തിൻ്റെ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വരിക. അത് കഴിഞ്ഞ് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമുക്ക് അവിടുന്ന് ഇങ്ങനെ പോരാം. മൊത്തം തിരക്കാട്ടോ, എല്ലാ ഭാഗത്തും തിരക്കാണ്. 1 മണിക്ക് അടയ്ക്കുകയും ചെയ്തു, എന്നാലും നല്ല തിരക്ക് തന്നെയാണ്. അങ്ങനെ വന്ന് നമ്മൾ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴാം. പിന്നീട് അങ്ങനെ തെക്കേ നടയിലേക്ക് വരിക. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ മഹാദേവൻ്റെ പാർവതി ദേവിയുടെയൊക്കെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അപ്പോൾ എല്ലാവരും ആനയോട്ടം കാണാൻ വരൂ കേട്ടോ.